ത്രിമൂർത്തികളുടെ അമ്മയാണ് അവിടെ ഇരിക്കുന്നത്. അമ്മയ്ക്ക് കാവലിരിക്കുന്ന മോനാണ് ശിവൻ. അവിടെ ശിവലിംഗമാണ് താഴെ ഇരിക്കുന്നത് ദേവിയുടെ പാദത്തിൽ. പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭോ എന്ന് ഗുരുദേവൻ പറഞ്ഞു. അപ്പോൾ പടി 6 പടി കടന്നപ്പോൾ അവിടെ കണ്ടു. മുകളിലോട്ട് സഹസ്രദളത്തിൽ ഇരിക്കുകയാണ് അമ്മ. അങ്ങനെ ഇരിക്കുന്ന അമ്മയാണ് മൂകാംബികയിൽ ഇരിക്കുന്ന അമ്മ. പരാശക്തി കുടികൊള്ളുന്ന സ്ഥലമാണ് മൂകാംബിക. 3 രൂപത്തിൽ അമ്മയെ ആരാധിക്കണേ: മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി. കാണപ്പെട്ട 2 ദൈവങ്ങളാണ് അച്ഛനും അമ്മയും. അച്ഛൻ്റെ അമ്മയിലും ജീവന്റെ പകുതിയാണ് മക്കള്. ഞാൻ പറഞ്ഞ ഇന്റർവ്യൂവിന് വന്നേ. അപ്പോൾ എന്നിങ്ങനെ കാലുതൊട്ട് തല വരെ ഇരുന്നോ നോക്കി. ഞാൻ വളരെ ചിരിച്ചിട്ട് പറഞ്ഞു, ഈശ്വര ആരാധനയ്ക്ക് ഒരു ഹോമദ്രവ്യവും വേണ്ട, ഒരു ശുദ്ധമായ മനസ്സ് മാത്രം മതി. ഗുഹയിലിറങ്ങുന്ന സമയത്ത് ഒരു പുലി നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു പാറപ്പുറത്ത്. അപ്പോൾ 1,00,000 മനുഷ്യരിൽ ഒരു ഭക്തൻ കാണും. 1,00,000 ഭക്തനിൽ ഒരു മുനി ഉണ്ടാവും. അപ്പോൾ ഈ മനുഷ്യൻ ഭക്തനും കഴിഞ്ഞാൽ പിന്നെ വിഗ്രഹത്തിന് പ്രാധാന്യമില്ല. മാതാ, പിതാ, ഗൂഗിൾ, ദൈവം, ഇതെല്ലാം ബ്രഹ്മമാണ്. ബ്രഹ്മമയമായതേ ഉള്ളൂ. പിന്നെയും കിടക്കുന്ന 2 ആര് എവിടെ തെറ്റ് കണ്ടാലും അത് ശിവനായാലും ബ്രഹ്മാവായാലും വിഷ്ണു ആയാലും അദ്ദേഹം വെറുതെ വിടില്ല. കാണപ്പെട്ട 2 ദൈവങ്ങളാണ് അച്ഛനും അമ്മയും. അച്ഛൻ്റെ അമ്മയിലും ജീവന്റെ പകുതിയാണ് മക്കള്. മക്കളും നമ്മളെ ഓരോരുത്തരും അച്ഛൻ്റെ അമ്മയിലും പകുതിയാണ്, ജീവന്റെ പകുതിയാണ്. ഈ 12 വരി 10 എഴുത്തും. ഞാൻ വളർന്നിങ്ങനെ വരുംതോറും ചിലപ്പോൾ ഞാൻ ജ്യോതിഷമൊക്കെ പഠിക്കാൻ പലയിടത്തും പോകുന്ന സമയത്ത് പല ഗുരുക്കന്മാരുടെ അടുത്ത് പോകുമ്പോൾ ഗുരുക്കന്മാർ വേഷഭൂഷാദികളായിട്ടാണ് ഇരിക്കുന്നത്. പഠിക്കാൻ വരുന്ന ആളുകൾ പഠിക്കാൻ വരുമ്പം തന്നെ ഒരു പൊക്കണ സഞ്ചിയും തൂക്കി കാവ്യമൊക്കെ കൊടുത്ത്, പിന്നെ ഇല്ലാത്ത മുടിയൊക്കെ, ചിലരാണെങ്കിൽ ആട്ടിൻ്റെ ഇതുപോലെയൊക്കെ വെച്ച്, കാരണം ഇല്ല സാധനമില്ല, പക്ഷെ വളർത്തിയേ പറ്റുള്ളൂ, എന്നാലേ ജോത്സ്യനാകുള്ളൂ. അതുകൊണ്ട് അതിന് വേണ്ടി മെനക്കെട്ട് വളർത്തി വെച്ച്, ഇല്ലാത്ത മുടിയൊക്കെ വളർത്തി വെച്ച്, ഞാൻ എന്നെ ജയനാരായൺ ഞാൻ സാധാരണ പാൻസുമൊക്കെ ഇൻ ചെയ്ത് ഷൂ ഒക്കെ കെട്ടി അപ്പം ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഓഫീസിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു വേഷമൊക്കെ ഇട്ടുകൊണ്ടിരിക്കണമെങ്കിൽ തന്നെയും ഞാൻ വളരെ വൃത്തിയായിട്ട് വേഷം കെട്ടി. എൻ്റെ ഗുരു ഉപദേശിച്ച അതാണ്, വേഷഭൂഷാദികളിൽ കാര്യമില്ല. ഞാൻ പണ്ട് എന്നെ ആദ്യമായിട്ട് കേരളമതിയിൽ എഴുതാൻ കിട്ടി. ഞാൻ അങ്ങനെ ആദ്യം കാണുമ്പോൾ ടീഷർട്ടൊക്കെ ഇട്ടായിരുന്നു. 100%. അപ്പോൾ എന്നെ കേരളമതിയിൽ ഒരിക്കൽ ജോൾസിൻ്റെ ഒരു വേക്കൻസി കണ്ടു. അപ്പോൾ ഞാൻ നാട്ടിൽ താമസിക്കുകയാണ്. ഇത് ഏകദേശം 28 വർഷം മുമ്പാണ്. ഈ നമ്മളെ കേരള കൗമുദി വീക്കിലിയിൽ പ്രശ്നപരിഹാരം എന്ന് പറഞ്ഞ പന്തി ഉണ്ടായിരുന്നു. അത് എഴുതാൻ വേണ്ടിയാണ്. അതൊന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, കൊച്ചു പിള്ളേരെ മനോരമയിലൊക്കെ വായിച്ചു. പ്രശ്നപരിഹാരം ഒന്നും ഡോക്ടറോട് ചോദിക്കാൻ, അത് ചോദിക്കാം. ഇത് പ്രശ്നപരിഹാരം, പ്രശ്നങ്ങൾക്ക് പരിഹാരം, ലെറ്ററുകൾക്ക് മറുപടിയാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി, ജ്യോതിഷന്മാരുടെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പോൾ എല്ലാവരും വന്ന് ജ്യോതിഷന്മാരെല്ലാം വന്ന് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പയ്യൻ വന്ന് അവിടെ നിൽക്കണം. എൻ്റെ കേട്ട് എന്ത് എന്നാൽ അവിടെ നിന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇൻ്റർവ്യൂവിന് വന്നേ. അപ്പോൾ എന്നിങ്ങനെ കാലുതൊട്ട് തല വരെ ഇരുന്നോ നോക്കി. ഇത്രയും ജ്യോതിഷത്തിൻ്റെ പരിപാടിക്ക് ഒരു പയ്യൻ വന്ന് പാൻസൊക്കെ ഇൻ ചെയ്ത് കയ്യിലൊന്നുമില്ല, കയ്യും വീശി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അകത്ത് പോയി, എൻ്റെ ഊഴം വന്നു. അവിടെ നിന്നപ്പോൾ ഒരു ആൾ നല്ല താടിയൊക്കെ വളർത്തി, നല്ലൊരു നമ്പൂതിരി, ഇതൊന്നും ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, പൂണൂലൊക്കെ ഇട്ട് നല്ല ഒരു ഐശ്വര്യമുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ വേറെ 2-3 അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വരുന്നു. അപ്പോൾ എന്നെ കണ്ട് ഇങ്ങനെ അദ്ദേഹം തന്നെ അതിശയത്തോട് നോക്കി. എന്ത്? ഞാൻ പറഞ്ഞ ഞാൻ ജ്യോതിഷം പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ പഠിച്ചിട്ടുണ്ട്, കൊച്ചിയിലെ പഠിച്ചതാണ്. അച്ഛനാരാണ്? ഞാൻ പറഞ്ഞു നാരായണ നായർ എന്ന് പറയും. കേട്ടിട്ടുണ്ട്, എൻ്റെ അച്ഛന് 27 നക്ഷത്രം പോലും അറിഞ്ഞൂടാ, അതാണ് സത്യം. അപ്പോൾ ഇവർ വലിയ പൊക്കത്തിൽ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, ഒരു പൂജ ചെയ്യാൻ വേണ്ടി ഈശ്വര ആരാധനയ്ക്ക് എന്തൊക്കെ ഹോമദ്രവ്യങ്ങൾ വേണം? ഞാൻ വളരെ ചിരിച്ചിട്ട് പറഞ്ഞു, ഈശ്വര ആരാധനയ്ക്ക് ഒരു ഹോമദ്രവ്യവും വേണ്ട, ഒരു ശുദ്ധമായ മനസ്സ് മാത്രം മതി, വേറെ ഒരു ഹോമദ്രവ്യവും വേണ്ട. ദൈവത്തിനൊരു ഹോമദ്രവ്യവും വേണ്ട. ദൈവത്തിന് വേണ്ടത് ഒരു മനസ്സാണ്. നമ്മൾ ശുദ്ധമായ ഒരു മനസ്സർപ്പണ ഭാവത്തോട് പ്രാർത്ഥിച്ചാൽ അതാണ് മതി, വേറെ ഒരു ഹോമവും വേണ്ട. പിന്നെ ആളുകൾ ഹോമം ചെയ്യുന്നതോ? നിങ്ങൾ ഈ ആളുകളെല്ലാം ഹോമമൊക്കെ ചെയ്യുന്നവരെല്ലാം മണ്ടന്മാരാണോ? ഒരിക്കലും അല്ല. അവർക്കത് വേണം. അത് ഈശ്വരൻ്റെ ശുദ്ധമായ മനസ്സില്ലാത്തവർക്ക് ഹോമദ്രവ്യങ്ങൾ വേണം. അപ്പം പൂജ ചെയ്യുന്നവരെല്ലാം മണ്ടന്മാരാണല്ലേ, ഹോമദ്രവ്യങ്ങൾ ചെയ്യുന്നവരെല്ലാം. അതാണ് ശുദ്ധമായ മനസ്സുള്ളവന് ഈശ്വരനെ അറിയാനും മനസ്സിലാക്കാനും മനസ്സുണ്ടെങ്കിൽ പിന്നെ എന്തിന് ഹോമം, പിന്നെ എന്ത് വേറൊരാളുടെ സഹായം? നമ്മൾ ഹോസ്പിറ്റലിൽ പോകണ ആരാണ്? നമുക്ക് നമ്മളെ ശരീരത്തിന് താങ്ങാൻ പറ്റാതെ എന്തെങ്കിലും അസുഖം വരുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ സമീപിക്കുന്ന ഹോസ്പിറ്റലിൽ പോകണം.
പൂജാരിയെ വിളിക്കുകയും പൂജ ചെയ്യുകയും ചെയ്യുന്ന നമ്മളെ ആത്മാവിൽ കുടികൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ഫലങ്ങളെ മാറ്റാൻ നമ്മളാൽ കഴിയാതെ വരുമ്പോഴാണ്. അതിനാണ് പൂജ വേണ്ടത്. അല്ലാതെ ഒരാളിനെ ആരാധിക്കാൻ വേണ്ടി ഇതിൻ്റെ ആവശ്യമില്ല. എന്നോട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനങ്ങ് പോയി. എനിക്കറിയാം ഒരു കാരണവശാലും തരില്ല. കാരണം അദ്ദേഹം പറഞ്ഞതിന് ഒരു യുക്തമായ മറുപടിയൊന്നുമല്ല ഞാൻ പറഞ്ഞത് എന്ന് വെച്ചു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു പേപ്പർ വന്നു, നിങ്ങളെ ജോത്സ്യനായിട്ട്. അങ്ങനെ ഞാൻ അന്ന് ഭാസ്കരേന്ദ്ര സാറാണ് നമ്മുടെ ബോസ്. കാരണം മണിസാറിൻ്റെ മോളെ കിട്ടിയ ആൾ മരുവാൻ. അപ്പോൾ ഭാസ്കരേന്ദ്ര സാറാണ് എൻ്റെ ബോസ്. അങ്ങനെ ഞാൻ അവിടെ എനിക്കൊരു ഇതും തന്ന് ഞാൻ ഒരാഴ്ചയിൽ ഒരു ദിവസം പോയി ഇരുന്ന് എഴുതും. എനിക്ക് ഒരു മാസത്തിൽ 250 രൂപ തരും. 250 രൂപ എഴുത്തുകൂലി കിട്ടും. ഞാൻ ഈ 250 രൂപയും കൊണ്ടാണ് ആദ്യമായിട്ട് മൂകാംബികയിൽ പോയി തുടങ്ങിയത്. ആ എഴുതി കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ നേരെ അമ്മയിലെടുത്ത് പോകും. അവിടെ കൊച്ചിയിലെ എനിക്ക് കിട്ടിയ ഒരു പൈസയാണ്. ആ പൈസ ഞാൻ എടുക്കത്തില്ല. ഒരു ചെക്ക് തരും. അതിനെ ഞാൻ ആദ്യമായിട്ട് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി തന്നെ ഈ ചെക്ക് മാറാൻ വേണ്ടിയിട്ടാണ്. അത് പിന്നെ ഒരു മാസം 1000 രൂപയായി. ഈ 1000 രൂപ കിട്ടി കൊണ്ടുവന്നു. പിന്നെ ഈ ചിലർ ഈ ലെറ്റർ വച്ച് മറുപടി കൊടുക്കും. ലെറ്ററിന് മറുപടി എഴുതുന്നതിനകത്ത് 10 രൂപ 5 രൂപയ്ക്ക് ഇതിനകത്ത് വെച്ച് വിടും. അപ്പോൾ ലെറ്റർ അവിടെ വെച്ചാണ് പൊട്ടിക്കുന്നത്. എല്ലാ ലെറ്ററും പൊട്ടിക്കുന്ന ആ പൈസയൊന്നും ഞാൻ എടുക്കില്ല. ഒരു പറയും, ഞാൻ പറഞ്ഞു വേണ്ട, വേണമെങ്കിൽ നമുക്ക് എല്ലാവരും കൂടി ഇട്ട് ചായ കുടിക്കാം. ഞാൻ ആ പൈസ എടുത്തുണ്ടോ, എനിക്ക് നിങ്ങൾ എന്തായാലും തരുന്നുണ്ടോ, ആ എഴുതി കിട്ടുന്ന പൈസ മതി. അങ്ങനെയാണ് അമ്മയിലെടുത്ത് പോയി തുടങ്ങിയത്. മൂകാംബി അമ്മയിലെടുത്തു. അവിടെ ഒരു പ്രാവശ്യം ഗുരുവിൻ്റെ കൂടിയാണ് ആദ്യമായിട്ട് ഞാൻ ദേവിയെ കാണാൻ പോണേ. അപ്പോൾ ദേവിയെ കണ്ടപ്പോൾ ദേവിയെ കണ്ടു. അപ്പോൾ ഞങ്ങൾ ഗുഡജാത്രി പോയി, ചിത്രമുല ഗുഹയിൽ പോയി നടന്നു അതുവഴി പോവുകയാണ്. ഇങ്ങനെ കാട്ടിനകത്തുകൂടി എനിക്കത് 16 വയസ്സൊക്കെ പ്രായമുള്ളൂ. ആ സമയത്ത് ഞാൻ അതിലൂടെ പോകുന്ന സമയത്ത് കുറേ കാട്ടുപോത്തുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. അവരിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കണം. എനിക്ക് തോന്നുന്നു ഒരു 10-100 എണ്ണത്തിൽ കൂടാതെ വരും, കൊച്ചും വലുതും ഒക്കെ ആയിട്ട്. അപ്പം നമ്മൾ ഈ സൈഡിൽ കൂടി പോവുകയാണ്. അപ്പം സ്വാമി പറഞ്ഞ് അവർ ഭക്ഷണം തേടി അവരെ ഭക്ഷിക്കാൻ വേണ്ടി അവർ നിൽക്കണേ. നമ്മളെന്നും അവരൊന്നും ചെയ്യത്തില്ല. നമ്മളൊന്നും അല്ല അവരെ ഭക്ഷണം പുല്ലും ബാക്കി സാധനങ്ങളുമാണ്. അതുകൊണ്ട് നമ്മൾ അവരൊന്നും ചെയ്യില്ല. നമ്മൾ സൈഡിൽ കൂടി പോയി അവരൊക്കെ നമ്മളെ കണ്ടു. ആരും ഓട്ടിക്കുകയോ ഉപദ്രവിക്കാൻ വരികയോ ഒന്നും ചെയ്തില്ല. ഞാനും ഗുരുദേവനും കൂടി അടുത്തുകൂടി ഇങ്ങ് പോയി. അത് കഴിഞ്ഞ് ഗുഹയിൽ പോയി. ചിത്രകുല ഗുഹയിൽ അവിടെ മുകളിൽ കുടജാദ്രി പോയിട്ട് താഴെ അംബാവനത്തിൽ പോയിട്ടുണ്ടോയെന്ന് അറിഞ്ഞുവിടാം. ചിത്രമുല ഗുഹയിൽ ഇറങ്ങി. ഗുഹയിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു പുലി നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു പാറപ്പുറത്ത്. അപ്പം നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അദ്ദേഹവും വലിയ സൈസൊന്നുമില്ല, ഞാൻ ഒരു കൊച്ചു ഒരു പെൻസിലിൻ്റെ അകത്ത്. നമ്മൾ രണ്ടുപേരും കൂടി ഉണ്ടെങ്കിൽ അവൻ ഒരു ദിവസത്തേക്ക് വരും എന്നുള്ള രീതിയിൽ അവൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് തികയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് നേരം ഇങ്ങനെ അവൻ നോക്കിക്കൊണ്ട് നിന്നിട്ട് അത് അപ്പുറത്തേക്ക് ചാടി അങ്ങ് പോയി. ഞങ്ങൾ അവിടെ പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ആ പുലിക്കൊന്നും നമ്മളെ വേണ്ട, അവൻ്റെ ദൗത്യം അതല്ല, നമ്മളെ അവന് പിടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പിള്ള പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ച് അമ്പലത്തിൽ വരുന്ന സമയത്ത്, ദീപാരായണ സമയത്ത് അദ്ദേഹം പറഞ്ഞതാണ്, ഇവിടുത്തെ ദേവിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലായിടത്തും ദേവി എന്നെ പിള്ളേ ഇരിക്കുന്നത്. ആറ്റുകാലിരിക്കൊണ്ട് ആറ്റുകാല അമ്മ, ചോറ്റാനിക്കരിക്കൊണ്ട് ചോറ്റാനിക്കര അമ്മ, ശരിക്ക് കൊടുങ്ങല്ലൂരിക്കൊണ്ട് കൊടുങ്ങല്ലൂരമ്മ, മലയാറ്റൂരിക്കൊണ്ട് മലയാറ്റൂരുടെ അമ്മ. ഓരോ ദേവത്തിൽ ഇരിക്കുന്നതുകൊണ്ട് അമ്മയുടെ അമ്മയാണ്. പക്ഷേ ഇവിടുത്തെ അമ്മയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ശിവന്റെ ത്രിമൂർത്തികളുടെ അമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. ത്രിമൂർത്തികളുടെ അമ്മയാണ് അവിടെ ഇരിക്കുന്നത്. അമ്മയ്ക്ക് കാവലിരിക്കുന്ന മോനാണ് ശിവൻ. അവിടെ ശിവലിംഗമാണ് താഴെ ഇരിക്കുന്നത് ദേവിയുടെ പാദത്തിൽ. മൂകാംബിക ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിഞ്ഞു? മൂകാംബിക പോയിട്ടില്ല. മൂകാംബിക ക്ഷേത്രത്തിലെ അമ്മയുടെ പാദത്തിൽ ഇരിക്കുന്ന ശിവലിംഗമാണ്, സ്വയംഭുവാണ്. ശിവനാണ് അമ്മയ്ക്ക് കാവലിരിക്കുന്നത്. അതായത് നമ്മളെ 6 പടി ചെല്ലുമ്പോൾ നമ്മളെ ഭൂമധ്യമെത്തി, അവിടെയാണ് ശിവൻ ഇരിക്കുന്നത്. പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭോ എന്ന് ഗുരുദേവൻ പറഞ്ഞു. അപ്പോൾ ആ പടി 6 പടി കടന്നപ്പോൾ അവിടെ കണ്ടു. അവിടുന്ന് മുകളിലോട്ട് സഹസ്രതലത്തിൽ ഇരിക്കുകയാണ് അമ്മ. അങ്ങനെ ഇരിക്കുന്ന അമ്മയാണ് മൂകാംബികയിൽ ഇരിക്കുന്ന അമ്മ. ഇതെൻ്റെ മനസ്സിൽ കൊച്ചിലെ കടന്നുകൂടി. അങ്ങനെ ഞാൻ ഈ ദേവിയെ കൂടുതൽ എനിക്ക് വളരെ മറ്റ് ഒരു മൂർത്തികളെയും ഞാൻ തൊഴാറില്ല. എൻ്റെ ഒരു കാര്യം, ഞാൻ ഇപ്പോൾ പറഞ്ഞ മറ്റേ ശിവക്ഷേത്രങ്ങളിൽ, ജ്യോതിർലിംഗങ്ങളിൽ ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ദേവിയാണ് ഇഷ്ടം, എനിക്ക് അമ്മയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ അമ്മ. ഈ മൂകാംബികയിൽ പോകാൻ ഒരുപാട് തവണ ഞാൻ ഒരുങ്ങിയതാണ്. ഈ എൻ്റെ ഭാര്യയുടെ അരങ്ങേറ്റവും അവൾ ഡാൻസർ ആയതുകൊണ്ട് മൂകാംബിക പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ വിവാഹം കഴിച്ചതിന് ശേഷം അവൾക്കും പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഈ മൂകാംബികയിൽ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ മൂകാംബിക ഞാൻ പറഞ്ഞു പരാശക്തിയാണ്. എല്ലാ ദേവിമാരുടെയും അമ്മയാണ്, എല്ലാ ദേവന്മാരുടെയും അമ്മയാണ്. അപ്പോൾ പരാശക്തി കുടികൊള്ളുന്ന സ്ഥലമാണ് മൂകാംബിക. അതുകൊണ്ടാണ് അവിടെ 3 രൂപത്തിൽ അമ്മയെ ആരാധിക്കുന്നത്.
മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ ഭാരതം മൊത്തം നടന്ന് പൂജാവിധികൾ ദേവീക്ഷേത്രങ്ങളിൽ വെച്ചെങ്കിലും മൂകാംബികയിൽ മാത്രമാണ് അദ്ദേഹം പ്രത്യേക രീതിയിലുള്ള, അതാണ് ചണ്ഡികാ ഹോമം. ചണ്ഡികാ ഹോമം മൂകാംബികയിൽ മാത്രമുള്ള പൂജയാണ്. ഇന്നിപ്പോ എല്ലാ അമ്പലങ്ങളിലും കൊണ്ട് ചണ്ഡികാ ഹോമം ചെയ്യുന്നുണ്ട്. അവിടുത്തെ പൂജാരിമാരെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, വിളിച്ചാൽ വരാമെന്നും പറഞ്ഞു. ചണ്ഡിക എന്ന് പറഞ്ഞാൽ 3 ദേവിമാരെ ഒറ്റ രൂപമാക്കി അഗ്നിയിൽ ജ്വലിപ്പിച്ച് ഒറ്റ രൂപമാക്കി ഇരുത്തുന്ന ദേവിയുടെ പേരാണ് ചണ്ഡിക. ആ ചണ്ഡികയ്ക്ക് കൊടുക്കാനുള്ള പൂജയാണ് 12 കിലോ അരിയുടെ പായസച്ചോറ് വെച്ച് 700 മന്ത്രം ജപിച്ച് 700 ആവർത്തി ദേവീ മാഹാത്മ്യത്തിൻ്റെ 700 മന്ത്രങ്ങൾ ജപിച്ച് 700 പ്രാവശ്യം അമ്മയ്ക്ക് വാരി കൊടുക്കുന്ന മന്ത്രമാണ്, പൂജയാണ് ചണ്ഡികാ ഹോമം. അത് മറ്റു ക്ഷേത്രങ്ങളിൽ വിധിയില്ല, പക്ഷെ എല്ലാവരും ചെയ്യുന്നുണ്ട്. എല്ലാവരും ചെയ്യും, വീട്ടിൽ ചെയ്യുന്നുണ്ട്. പൈസ ഉണ്ടെങ്കിൽ ഇപ്പം വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്യിക്കാം. അവർ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് മൂകാംബിക ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുള്ളത് ശങ്കരാചാര്യ മഹർഷി തയ്യാറാക്കി തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ, ഭക്തൻ, മുനി. അപ്പോൾ മുനി ആവണമെങ്കിൽ 1,00,000 മനുഷ്യനിൽ ഒരു ഭക്തൻ കാണും, മനുഷ്യൻ കാണും. 1,00,000 മനുഷ്യനിൽ ഒരു ഭക്തൻ കാണും. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? മനനം ചെയ്യാൻ ശക്തിയുള്ളവൻ, തിരിച്ചറിവ് ബോധമുള്ളവൻ, ഒരാളിനെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിവുള്ളവൻ ആണ് മനുഷ്യൻ. അതിൽ നിന്ന് 1,00,000 അങ്ങനത്തെ മനുഷ്യനിൽ ഒരു ഭക്തൻ കാണും. ഭക്തൻ്റെ അടുത്ത് ദൈവം അങ്ങോട്ട് ചെല്ലും. ഇപ്പോൾ പൂന്താനത്തിനെ രക്ഷിക്കാൻ വേണ്ടി വിഷ്ണു ചെയ്യില്ലേ മങ്ങാട്ടച്ഛനായിട്ട്? അതുപോലെ മറ്റേ അമ്മയ്ക്ക്, കുറുവിലമ്മയ്ക്ക് ശരിക്കും വീട്ടിൽ ജോലിക്കാരനായിട്ട് കൃഷ്ണൻ പോയി നിന്നില്ലേ? അപ്പോൾ ഇവർക്കെല്ലാം ദൈവം അങ്ങോട്ട് ചെല്ലും അവർക്കൊരാവശ്യം വന്നാൽ. അതാണ് ഭക്തൻ. അപ്പോൾ 1,00,000 മനുഷ്യനിൽ ഒരു ഭക്തൻ കാണും. 1,00,000 ഭക്തനിൽ ഒരു മുനി ഉണ്ടാവും. പിന്നെയാണ് നമ്മൾ ദൈവവും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തിലേക്ക് പോണേ. അവിടെയാണ് ആത്മീയത്തിലേക്ക് തിരിയണേ. അപ്പോൾ ഈ മനുഷ്യൻ ഭക്തനും കഴിഞ്ഞാൽ പിന്നെ വിഗ്രഹത്തിന് പ്രാധാന്യമില്ല. ഈ 2 വിഭാഗക്കാർക്ക് മാത്രമേ വിഗ്രഹം ആവശ്യമുള്ളൂ. മുനി സ്റ്റേജിലെത്തിയാൽ പിന്നെ അവന് വിഗ്രഹം, ഈശ്വരനുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. മറ്റത് നമുക്ക് ഏതെങ്കിലും ഒരു ദൈവത്തിലൂടെ മാത്രമേ ഈശ്വരൻ, ഇടനിലക്കാരൻ കൂടാതെ നമുക്ക് പോകാൻ പറ്റില്ല. ഒരു മനുഷ്യർക്കും പോകാൻ പറ്റില്ല. ഞാൻ ഇതാ ചലഞ്ച് ചെയ്യാണ്. ആർക്ക് ഡയറക്റ്റ് അങ്ങ് പോകാൻ പറ്റാലും പോകാൻ പറ്റില്ല, ഒരു ഇടനിലക്കാരൻ വേണം. അപ്പോൾ അവിടെ ഇന്നിപ്പം നമ്മൾ നേരത്തെ ആളുകളൊക്കെ തമാശയ്ക്ക് പറയും പോലെ മാതാ, പിതാ, ഗൂഗിൾ, ദൈവം. ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽ ചോദിച്ചാലോ, മാതാ, പിതാ, അച്ഛനും അമ്മയുണ്ട്, പിന്നെ ഗൂഗിൾ പറഞ്ഞാൽ ദൈവം, പിന്നെ ദൈവത്തിന് പറയാം. ഗൂഗിൾ ആണല്ലോ ഇപ്പൊ ഏത് ദൈവത്തെ നമ്മൾ ചെയ്തു ഏത് പൂജ ചെയ്യണം. ഇത് എന്താന്ന് വെച്ചാൽ ഇത് ഏതെങ്കിലും ഒരാള് ഇതിനകത്ത് അടിച്ചു വെച്ചിരിക്കുന്ന മണ്ടത്തരമാണ് ഗൂഗിൾ തരുന്നത്. അല്ലാതെ ഗൂഗിളിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ല, കഴിഞ്ഞ ദിവസം എനിക്കൊരു ടാരോ ഇന്റർവ്യൂ. അപ്പൊ എനിക്ക് ഒട്ടും വയ്യ, ഫിസിക്കലി ഞാൻ ഭയങ്കര ഡൗൺ. അന്ന് നമ്മൾ കണ്ടിട്ട് പോയ ദിവസം. അപ്പൊ ഞാൻ അപ്പൊ എന്റെ ക്യാമറ ചീഫ് വിളിക്കുന്നു. ഞാൻ പറഞ്ഞിട്ട് നാളെ ഇന്ന ആളുമായിട്ടാണ് ഇന്റർവ്യൂ, നീ ഒരു 10-15 ചോദ്യം, കാരണം ഇവൻ എല്ലാ ഇന്റർവ്യൂകളും കണ്ടോണ്ടിരിക്കുന്ന ആളാണ്, കാരണം ഇവനല്ല രോഹിത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞൊരു 10-15 ചോദ്യം അയച്ചേ, 5 മിനിറ്റ് ചോദ്യം വന്നു. അപ്പൊ ഞാൻ തെറ്റുന്നില്ല, ഇത്ര പെട്ടെന്ന് നീ ചോദ്യം റെഡിയാക്കിയോ? ചാറ്റ് ജിപിയോട് ചോദിച്ചു, ജിപിയോട് ചോദിച്ചു. അതാണ് ഇപ്പോൾ ഗുരുവിന്റെ ആവശ്യമില്ല. നമ്മളൊരു സംശയം ചോദിക്കുന്ന ആരുടെയാണ്? ഗുരുവിൻ്റെ കൂടിയാണ്. ഇപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, മാതാപിതാ, ഗൂഗിൾ, ദൈവം, ഗുരുവില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അവിടെ വരുമ്പോഴാണ് മനുഷ്യനും ഭക്തനും കഴിയുമ്പോൾ പിന്നെ മുനി സ്റ്റേജിലേക്ക് പോവുകയാണ്. മുനി സ്റ്റേജിലേക്ക് പോകുമ്പോൾ അതുകൊണ്ടാണ് മുനി സ്റ്റേജിലേക്ക് എത്തുന്ന ആളുകൾ ഈ ആൾക്കാരുടെ ഇടയിൽ ഇരിക്കൂല. ഇവൻ ഇവിടുന്ന് വലിയാൻ നോക്കും. ഇവൻ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടിരിക്കും. കാരണം അവന് വിഗ്രഹം വേണ്ട, അവന് വേറെ ഒന്നും വേണ്ട, അവൻ ഈശ്വരനെ ഡയറക്റ്റ് ബന്ധം തുടങ്ങി. അവധൂതനെന്നൊക്കെ വിളിക്കുക. അവധൂതനാവൂല. അവധൂതനൊക്കെ വീണ്ടും സ്റ്റേജ്. പിന്നെയും എത്രയോ ജന്മം കഴിഞ്ഞതിന് ശേഷമേ അവധൂതനാവുള്ളൂ. മനുഷ്യൻ, ഭക്തൻ, മുനി, യോഗി. ഒരു യോഗി ആവുക എന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. എത്രയോ മുനി, അതായത് 1,00,000 മുനിമാരിലെ ഒരു യോഗി ഉണ്ടാവുള്ളൂ. 1,00,000 യോഗികളിലെ ഒരു അവധൂതം വരുള്ളൂ. അവധൂത സ്റ്റേജിലെത്തുമ്പോൾ ശിവന് തുല്യനായി. പിന്നെ എല്ലാം ബ്രഹ്മമയമായതേ ഉള്ളൂ. പിന്നെയും കിടക്കുന്ന 2 എണ്ണം, തുറവൈ, പെരുന്തുറവൈ. അതെന്തോ ഈ അവധൂതന്റെ മുകളില് സ്റ്റേജ്. തുറവൈ എന്ന് പറഞ്ഞാൽ ഈ മഹാദേവന് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർക്ക് മുകളിലാവും. അതുകൊണ്ടാണ് അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ദുർവാസാവൊക്കെ ശിവനെ ശപിച്ചില്ലേ? ദുർവാസാവ് ദേവേന്ദ്രനെ ശപിച്ചില്ലേ? ദുർവാസാവ് യാതൊരു മഹർഷിയെ ശപിക്കാത്തത്? ദുർവാസാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദുർവാസനകളെ എതിർക്കുന്നവനെന്നാണ്. ആര് എവിടെ തെറ്റ് കണ്ടാലും അത് ശിവനായാലും ബ്രഹ്മാവായാലും വിഷ്ണു ആയാലും അദ്ദേഹം വെറുതെ വിടൂല. അപ്പോൾ അത്രയ്ക്ക് പവറിൽ അദ്ദേഹം എത്തിച്ചേർന്നു.
അങ്ങനെ പെരുന്തുറവൈ സ്റ്റേജിലെത്തുമ്പോൾ ഈശ്വരനും അവരും ഒന്നായി. അവർ ദൈവമായിട്ടല്ല, അവരാണ് ഓരോ സമയത്ത് അവർക്ക് വരണമെന്ന് തോന്നുമ്പോൾ അവർ വരും. അവരിവിടെ ഓരോ ആവശ്യങ്ങൾക്ക് ഓരോ സമയത്ത് അവിടെ നിന്ന് നിയോഗിച്ച് വിടും. ഈശ്വര നിയോഗമായിട്ട് വരും. അവരെ കൺട്രോൾ ചെയ്യാൻ ശിവനോ ബ്രഹ്മാവിനോ വിഷ്ണുവിനോ ഒന്നും സാധ്യമല്ല. ഇതാണ് ശരിക്ക് ഈശ്വര വഴിയിലേക്കുള്ള ഏറ്റവും വലിയ. നമ്മളിപ്പം കാണുന്നതെല്ലാം ഈ മനുഷ്യനെയും ഭക്തനെയൊക്കെ കാണും. ശരിക്കും പറഞ്ഞാൽ ഒരു മുനിയെ പോലും ഇവിടെയൊന്നും കാണാറില്ല.